എത്ര ശക്തമായ മഴ പെയ്താലും 20 മിനിറ്റിനുള്ളിൽ വീണ്ടും മത്സരം നടത്താനാകും. അതാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം മറ്റു ചില സവിശേഷതകളുമുണ്ട്. സ്റ്റേഡിയത്തിന് ഏറെയും പിച്ചിൻ്റെയും വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ക്യൂറേറ്റർ ബിജു AM. ഒരു മഴ പെയ്താൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എത്ര നേരത്തിനുള്ളിൽ നമുക്ക് മത്സരയോഗ്യമാക്കാനാകും? കാര്യവട്ടത്താണ് കളി നടക്കുന്നെങ്കിൽ 20 മിനിറ്റ് എന്ന് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തൃശ്ശൂർ ടൈറ്റൻസും ട്രിവാൻഡ്രം റോയൽസും തമ്മിലുള്ള മത്സരം. ഇതിനു മുമ്പ് ഇൻ്റർനാഷണൽ മത്സരത്തിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ മത്സരം അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായി. മഴ മുടക്കിയിട്ടും 20 മിനിറ്റ് കൊണ്ട് വീണ്ടും സ്റ്റേഡിയം മത്സരത്തിന് യോഗ്യമാക്കി. നമ്മോടൊപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ KCയുടെ ക്യൂറേറ്ററായിട്ടുള്ള ബിജു AM ചേരുന്നുണ്ട്. ചേട്ടാ, ട്രിവാൻഡ്രത്തെ മാത്രം ഏറ്റവും വലിയൊരു പ്രത്യേകതയാണിത്. ഒരു മഴ പെയ്ത് എത്ര വലിയ ശക്തമായ മഴയാണെങ്കിലും 20-25 മിനിറ്റ് മാക്സിമം അരമണിക്കൂറിനുള്ളിൽ സ്റ്റേഡിയം മത്സരത്തിന് യോഗ്യമാക്കാൻ പറ്റുക എന്നുള്ളത്. അത് ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഗ്രൗണ്ടിൽ പ്രിഫറായിട്ടുള്ള 10,000 പൈപ്പുകൾ ഗ്രൗണ്ടിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ആ മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം പെട്ടെന്ന്, അതുപോലെ സാൻഡ് ബേസ്ഡ് ഗ്രൗണ്ടാണിത്. 9 ഇഞ്ച് കനത്തിന് മണ്ണടിച്ച് അതിൻ്റെ മുകളിലാണ് പുല്ല് നട്ടിരിക്കുന്നത്. മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരുക്കൻ മണൽ. അപ്പോൾ അതിൽ ആ പുല്ലിൽ വെള്ളം വീഴുന്നാൽ നേരെ മണലിലോട്ട് പോവുകയും മണലിൽ നിന്ന് നേരെ ഈ ഹോളുള്ള പൈപ്പുകളിലോട്ട് പോവുകയും അതിൽ ഓരോ ജംഗ്ഷനുണ്ട്. അപ്പോൾ ആ ജംഗ്ഷൻ വഴി വെള്ളം ഫാസ്റ്റായിട്ട് വെളിയിൽ പോകും. പിന്നെ നമുക്ക് വരുന്ന പണിയെന്ന് പറയുന്നത് ഈ പുല്ലിന് മുകളിലുള്ള ആ ഒരു ചെറിയ ഒരു ഡ്യൂ കണക്കുള്ള വെള്ളം, അത് നമുക്ക് 3-4 സൂപ്പർ സോപ്പറുണ്ട്, അതിട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി എന്ന് പറയുന്നത്. അത് ഗ്രൗണ്ടിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകതയാണത്. പിന്നെ ഞാനിതിൽ നാച്ചുറലായിട്ടുള്ള ഇത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടായിരുന്നു. അതായത് ഒരു പരന്ന ലെവലായിട്ടുള്ളത്. അപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കുറച്ച് ചരിച്ച് മണ്ണിട്ട്, അപ്പോൾ ആ വെള്ളം പാസ് ചെയ്ത് പോവുകയും ചെയ്യും. ബോൾ ഇവർ അടിക്കും, ബാറ്റ്സ്മാൻമാരെ ബോൾ അടിക്കുമ്പോൾ അതും ഫാസ്റ്റായിട്ട് പോകും. അപ്പോൾ 2 ഗുണമുണ്ട്. അപ്പോൾ കുറച്ച് റണ്ണും കൂടുതൽ കിട്ടും. മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ലോപ്പിൽ ആ വെള്ളവും പാസ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഡ്രെയിനേജും ഗ്രൗണ്ട് മുമ്പ് ചെയ്തവർ ആ ഡ്രെയിനേജ് 2 ഡ്രെയിനേജാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൽ വെള്ളം കെട്ടാത്തത്. ആ ഒരു പ്രത്യേകത വെച്ച് നമുക്കത് ഭയങ്കര അനുഗ്രഹമാണ്. ഒരു ഇൻ്റർനാഷണൽ മാച്ചും ഇതുപോലെ KCL മാച്ചൊക്കെ നടക്കുമ്പോൾ സമയമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മിനിറ്റിനും വിലയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതേ കണക്കാണ് എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ. അവർ മഴയത്താണ് കൂടുതൽ. ഏത് മാച്ച് വന്നിരുന്നാലും ഇവിടെ മഴയാണ്. അപ്പോൾ മഴയത്ത് വർക്ക് ചെയ്ത് അവിടുന്ന് മാനത്ത് കാണുന്നുമ്പേ അവർ കവറെടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ വർക്ക്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ആ ഒരു സ്റ്റാഫിൻ്റെ ആ ഒരു എഫേർട്ടും പിന്നെ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതയും കൊണ്ടാണ് ഈ ഒരു പെട്ടെന്ന് തന്നെ കളി നടത്താനായിട്ട് സാധിക്കുന്നത്. ഇതുകൊണ്ട് ഇത്രയും വലിയൊരു ഗുണമുണ്ട്. പക്ഷേ അതോടൊപ്പം എനിക്ക് സംശയമുള്ളത്, ഈ സാൻഡ് ബേസ്ഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞു, വീഴുന്ന വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടർഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ? അത് വളരെ വാസ്തവമായ കാര്യമാണ്. വെച്ചാൽ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമുക്ക് ഒരു ദിവസം 1.5 ലക്ഷം ലിറ്റർ വെള്ളം ഈ ഗ്രൗണ്ടിന് വേണം. 2-3 നേരം വെള്ളം അടിക്കണമെങ്കിൽ 1.5 ലക്ഷം ലിറ്റർ. നമുക്ക് ഇവിടെ നിന്ന് കുഴൽക്കിണറൊന്നും മറ്റുള്ള കിണറൊന്നും കിട്ടുന്ന വളരെ തുച്ഛമായ വെള്ളമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ വാട്ടർ, വെളിയിൽ നിന്നുള്ള അല്ലാത്ത ആ വെള്ളത്തിനെയൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പിന്നെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് മഴ പെയ്ത് ഈ വെള്ളം നമ്മൾ ഒഴിച്ചാൽ ഈ സാൻഡ് ബേസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാർന്നു പോകും. അത് വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് വളരെ ഗ്രൗണ്ടിനെ അത് ബാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വെയിലും ഈ വെള്ളം വാർന്നു പോകുന്നതും കൊണ്ട് ഇതിൽ ഹോൾഡ് ചെയ്യില്ല. വാട്ടർ നമ്മളെ ഗ്രൗണ്ടിൽ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം ഏതെങ്കിലും സ്ഥലത്ത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും വെള്ളം ഒഴിക്കണം. അങ്ങനെ ഫുൾ വെള്ളത്തിൽ നിർത്തിയാലേ ഈ പുല്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ KCLന് വേണ്ടി ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നമുക്ക് KC അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു പച്ചയാണ് ഈ കാണുന്നത്. അല്ലാതെ ഈ ചൂടത്ത് ഇത്രയും പച്ചയിൽ നിൽക്കണമെങ്കിൽ വെള്ളം എല്ലാം നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനത ഈ ഗ്രൗണ്ടിന് ഉണ്ട്. അതായത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പക്ഷേ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ മാച്ച് വരുമ്പോൾ പെട്ടെന്ന് കളി നടത്തി വേൾഡിന് മുമ്പിൽ അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തന്നെ ഒരു അത്ഭുതപ്പെടുകയാണ്. വെച്ചാൽ ഇത്ര സമയം കൊണ്ട്
ഇവരെങ്ങനെ ഇത് ശരിയാക്കി എന്നുള്ളത്. വിരാട് കോഹ്ലി അടക്കം അഭിനന്ദിച്ചിട്ടുണ്ട്. അന്ന് ആ ഇന്ത്യ ന്യൂസിലാൻഡ് കളി സമയത്ത് കളി നടക്കില്ല എന്ന് പറഞ്ഞ് ഇരുന്ന സാധനം സംഭവം. അപ്പോൾ അന്ന് നമ്മളെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ വർക്കും ഗ്രൗണ്ടിൻ്റെ ആ ഒരു വെള്ളം പെട്ടെന്ന് വാർന്നു വന്ന ആ കപ്പാസിറ്റിയും ഇതെല്ലാം പിന്നെ കാണികളുടെ ആ ഒരു ക്ഷമയും ഇതെല്ലാം കൊണ്ടാണ് അന്ന് കളി നടന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും വലുത്. മറ്റൊരു കാര്യമുള്ളത് ഇവിടുത്തെ പിച്ചിൻ്റെ കാര്യമാണ്. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ 1-2 ദിവസം ലോ സ്കോറിംഗ് മാച്ചായിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങോട്ട് ആവേശം കൂടി, ബാറ്റർമാർക്ക് കൂടുതൽ അനുകൂലമായ പിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത്. മൊത്തം ഇവിടെ എത്ര പിച്ചുണ്ട്, ഒപ്പം അത് എങ്ങനെയാണ്? മൊത്തം നമുക്ക് 13 പിച്ചുണ്ട് ഇവിടെ. അതിൽ ഞാനിപ്പോൾ 5 പിച്ചാണ്, സെൻട്രലിലുള്ള 5 പിച്ചാണ് ഈ KCLന് വേണ്ടി സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതും കൊടുക്കുന്നതും. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ലോ സ്കോർ കുറച്ച് അത്ര ലോ സ്കോർ അല്ലെങ്കിലും ഒരു ആവറേജ് സ്കോർ വന്നു. അത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രഞ്ജി ട്രോഫിയുടെ 2-3 ദിവസം ക്യാമ്പ് കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്രാക്ടീസ് മാച്ച് നടത്തി. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്നപ്പോൾ ആ ഒരു പിച്ചിലാണ് നമ്മൾ ആദ്യത്തെ 2 ദിവസം കളി കൊടുത്തത്. അപ്പോൾ അതിൽ കുറേ ആ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉള്ള പിച്ചുകളിലൊക്കെ നല്ല ഗ്രാസും നല്ല സർഫസൊക്കെ നല്ല ഹാർഡും നല്ല ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ ബാക്കിയുള്ള പിച്ചുകളെല്ലാം. ആ സഞ്ജു കളിച്ച പിച്ചൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഈ 2 തരത്തിലുള്ള പിച്ച് ഇവിടെ ഉണ്ട്. ഒന്ന് കർണാടകത്തിലുള്ള മാണ്ഡ്യ എന്നുള്ള ക്ലേ ഉള്ള ബ്ലാക്ക് സോയിൽ, അതും പിന്നെ വടകര ട്രിവാൻഡ്രം നമ്മളെ ലോക്കൽ സോയിൽ. അങ്ങനെ 2 തരത്തിലുള്ള പിച്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിൽ 3 എണ്ണം മാണ്ഡ്യ ക്ലേയും 2 എണ്ണം ലോക്കൽ സോയിലും. അപ്പോൾ ആ ലോക്കൽ സോയിലിലെ കളിയിലാണ് സഞ്ജു വന്ന് 100 അടിച്ചതും തിരിച്ച് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ മിക്ക കളികളിലും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര അടിച്ചിരുന്നാലും തിരിച്ച് ചെയ്ത് ജയിക്കുന്നുണ്ട്. അത് പിച്ചിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. 239 വരെ ചേസ് ചെയ്തു, 249 50 ചേസ് ചെയ്തിട്ട് 216 വരെ സെക്കൻഡ് ബാറ്റിംഗ് ടീം എടുത്തു ചേസ് ചെയ്തു. അപ്പോൾ അത് ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വിക്കറ്റിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ടീം ഒരു 200 അടിക്കുക, ഒരു മറ്റേ സെക്കൻഡ് ടീം ഒരു 150 ആളൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ അത്ര പാട്. അപ്പോൾ ഇതിൽ 2 ബാറ്റ് ചെയ്യുന്തോറും ബാറ്റ്സ്മാൻ ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചേസ് ചെയ്ത് മാത്രമേ റണ്ണടിച്ചത്. അപ്പോൾ വിക്കറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്തവണ നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്നുള്ള. ഇപ്പോൾ KCL അത്ര ഒരു എഫേർട്ട് ഇത്തവണത്തെ KCLന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിന് കളിക്കൊരു ഇപ്പോഴത്തെ രണ്ടാമത്തെ സീസൺ ഉണ്ടല്ലേ, രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നത് വളരെ മുമ്പത്തേൻ്റെ 2 ഇരട്ടി 8-10 ഇരട്ടിയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ എല്ലാ. അപ്പോൾ അതിൻ്റെ വരുന്ന മത്സരങ്ങളിലും മികച്ച വെടിക്കെട്ടൂടെ കാണാൻ സാധിക്കും. വരുന്ന മത്സരങ്ങളിലും മാക്സിമം റണ്ണ് ഇവിടെ സ്കോർ ചെയ്യും, 200+ വരും. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കളിയിൽ ഒരു 300 വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. 300 T20 വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു കളിയിൽ 300 വരും, 250 വരെ എത്തി. ഏതെങ്കിലും ഒരു കളിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും അതുതന്നെയാണ്, മികച്ച പിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മത്സരം മഴ മൂലം തടസ്സപ്പെട്ടാൽ 20 മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ അത് മത്സരയോഗ്യമാക്കും. അതിന് പറ്റുന്ന രീതിയിലാണ് ഈ ഗ്രൗണ്ട് നിർമ്മിച്ചിട്ടുള്ളത് തന്നെ. ഇന്ത്യയിൽ ഏത് ഗ്രൗണ്ടിനും അവർക്ക് പറ്റുന്നതിലും കൂടുതൽ വേഗത്തിൽ മത്സരം നടത്താൻ എന്തായാലും ഇവിടെ സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം വരുന്ന മത്സരങ്ങളിലും ബാറ്റർമാർക്ക് വെടിക്കെട്ട് നടത്താൻ ഉതകുന്ന പിച്ചുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുമാണ് എന്തായാലും ക്യൂറേറ്റർ പറഞ്ഞു വെക്കുന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നും M. നിഖിൽകുമാർ, ജനം.